മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മത്തങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു സ്വീറ്റ് ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ മക്കൾ പിന്നെയും വേണം എന്ന് പറഞ്ഞ് പിന്നെയും ഉണ്ടാക്കാൻ പറയും. അപ്പൊ ഇതിന് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാന്ന് കാണാം. മക്കളെ, ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിന്റെ തോലൊക്കെ നല്ല കട്ടിയുള്ള തോലാണ് കേട്ടോ. മക്കളെ, ഈ മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, എടുത്ത് കഴുകി ഉണക്കി വറുത്തിട്ട് കഴിച്ചാലുണ്ടല്ലോ നമ്മൾ അണ്ടിപ്പരിപ്പ് കഴിച്ചതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിനൊന്നും ആരും മെനക്കെടാറില്ല. മക്കളെ, നമ്മുടെ മത്തങ്ങ തോലൊക്കെ ചെത്തി നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് അരിയുമ്പോഴുണ്ടല്ലോ ഈ വലുപ്പത്തിൽ വേണം അരിയാൻ. അതില്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ വേകുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോവും. ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞാൽ അത്ര തന്നെ ഉടയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തത് കേട്ടോ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് നിറച്ച് ശർക്കര ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ശർക്കര നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരേനെ തരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കരട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തരിച്ചത് കേട്ടോ. ഇനി നമ്മുടെ ശർക്കര ഇതിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി നല്ല ചൂടോടെ പാത്രത്തിൽ ഒഴിച്ചത് കൊണ്ട് ഇതിൽ വേഗം തിളച്ച് വന്ന്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങയല്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഇതിൽ നിങ്ങൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ശർക്കര പാനിയിൽ തന്നെ ഇത് കിടന്ന് വേകണം. അതിനുള്ള വെള്ളം ഈ മത്തങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. നമുക്കിത് മൂടി വെക്കാം. ഇത് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ നല്ല തീ കൂട്ടി വെക്കാനും പാടില്ല, നല്ല കുറച്ച് വെക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുക്കണം കേട്ടോ. മക്കളെ, നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വല്ലാതെ കുത്തി ഉടച്ച് ഇളക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇത്. ഇനി വല്ലാതെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ ഇരുന്ന് വറ്റി വരട്ടെ. ഇനി ഇളക്കി കൊടുത്താൽ ഉടഞ്ഞു പോകും. അപ്പം എപ്പോഴെങ്കിലും ഒരിക്കൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മക്കളെ, ഇപ്പം നമ്മുടെ മത്തങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഉപ്പും ഏലക്കപ്പൊടിയും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മക്കളെ, ഇത് മിക്സാക്കുമ്പോഴും കുത്തി ഉടയ്ക്കാൻ പാടില്ല കേട്ടോ. മെല്ലെ ഇളക്കിയാൽ മതിയേ. ഇനി നമ്മുടെ ശർക്കര പാനിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കട്ടിയായി വരട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സ്നാക്കിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് തീ ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ചൂടായ ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും 50 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്ര ഇടാൻ താല്പര്യമോ അത്രയും ഇട്ട് കൊടുക്കാൻ. അപ്പോഴും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് മൂത്ത് വരട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് നമ്മുടെ സ്നാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെല്ലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മത്തങ്ങ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണിയേ. മക്കളെ, നമ്മുടെ സ്വീറ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പം മക്കളെ, നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ ഇത്രയും പണിയുള്ളൂ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ സ്വീറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, കഴിക്കുമ്പോഴൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഓണത്തിന് എല്ലാ മക്കൾക്കും ഇത് ഇഷ്ടാവും. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വിരുന്നുകാർക്കും പേരക്കുട്ടികൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.